ESG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡിൻ്റെ 16ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഫിക്സഡ് അസറ്റുകളായ ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ കാർ എന്നിവയുടെ ഉപയോഗത്തിൽ സംഭവിക്കുന്ന വിയർ ആൻഡ് ടിയർ വഴി ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനാണ് ഇന്നത്തെ വിഷയം. DEPRECIATION ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്കറിയാം, ക്യാഷ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് പോലുള്ള കറണ്ട് അസറ്റുകൾ പോലെ ബിസിനസ്സിൽ പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് ഫിക്സഡ് അസറ്റ്സ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കറണ്ട് അസറ്റ്സ് എന്ന് അറിയാം, അതിൻ്റെ പ്രയോജനം ഉടനെ തന്നെ ബിസിനസ്സിലേക്ക് കിട്ടും. എന്നാൽ ഫിക്സഡ് അസറ്റ്സിൻ്റെ പ്രയോജനം അതിൻ്റെ ഉപയോഗം വഴി മാത്രമാണ് ലഭിക്കുക. ഇതാണ് ഈ കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഈ ഫിക്സഡ് അസറ്റിന് ഉപയോഗം വഴി ഉണ്ടാകുന്ന മൂല്യ തകർച്ചയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. ഇപ്പം കോൺസ്റ്റൻ്റായിട്ട് ഈ പറയുന്ന ഫിക്സഡ് അസറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ടാകാം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഡിപ്രീസിയേഷൻ ഉടലെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണലായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അത് ഫോളോ ചെയ്താണ് ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് തന്നെ നടത്തുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓൺ ഗോയിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നാണ് അതിന് പറയാം. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും അവസാനിപ്പിക്കാനല്ല, അത് തുടർന്ന് പോകാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് എപ്പോഴും കാണിക്കുന്നത് മാർക്കറ്റ് വാല്യൂ അല്ല, വാങ്ങിച്ച വില, അതായത് കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂവിലാണ് ഈ ഫിക്സഡ് അസറ്റ്സ് കാണിക്കുക. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് സാധാരണ വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്, അസറ്റ് സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിയ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കുന്ന വാല്യൂവിനെ നമുക്ക് ബുക്ക് വാല്യൂ എന്ന് വിളിക്കാം. അപ്പോൾ മാർക്കറ്റ് വാല്യൂ അല്ല ഫിക്സഡ് അസറ്റ്സിൽ പരിഗണിക്കുന്നത്, ബുക്ക് വാല്യൂ ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ സമീപഭാവിയിൽ ഒരിക്കലും ഈ അസറ്റ്സുകൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്സൈഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അസറ്റ്സ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചുള്ള വാല്യൂ, അതായത് ബുക്ക് വാല്യൂ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ബിസിനസ്സുമായിട്ട് ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയും. വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ തേയ്മാനം വഴിയാണ് ഇത് സംഭവിക്കുക. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ദ പ്രോസസ് ഓഫ് അലോക്കേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അതായത് ഒരു അസറ്റ് വാങ്ങാൻ ചിലവാകുന്ന തുകയെ അതിൻ്റെ ഉപയോഗം നടക്കുന്ന വർഷം മുഴുവനായിട്ടും എഴുതി കളയുക എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ചെയ്താൽ അത് ഈ ഡിപ്രീസിയേഷൻ വഴിയാണ് അവസാനം ഈ പർട്ടിക്കുലർ അസറ്റിന് ഒരു സ്ക്രാപ്പ് വാല്യൂ ആയി മാറും. എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ക്യാഷിൻ്റെ പേയ്മെൻറ്റോ ക്യാഷിൻ്റെ റെസീറ്റോ ഒന്നും നടക്കുന്നില്ല. എന്നാൽ അത് മൂല്യമുള്ളത് തന്നെയാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആണ് സാധാരണ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻസുകളെല്ലാം കാണിക്കുക. അതുപോലെ ഒരു എക്സ്പെൻസ് ആയിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റും ഉണ്ടാവും പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഡിപ്രീസിയേഷൻ എഴുതി അവസാനം ഈ ഫിക്സഡ് അസറ്റിന്, ഒരു പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റിന് വാല്യൂ ഇല്ലാതാവും. പക്ഷേ ആ പൈസ, ആ വാല്യൂ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പുതിയ അസറ്റ് മേടിക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. കാർട്ടറുടെ അഭിപ്രായത്തിൽ ഡിപ്രീസിയേഷൻ
is the gradual and permanent decrease in the value of an asset from any cause എന്നാണ് കാർട്ടർ ഈ ഡിപ്രീസിയേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അസറ്റിലുണ്ടാകുന്ന ഏതൊക്കെ വഴിയിലുള്ള ആയാലും ശരി, ഒരു അസറ്റിനുണ്ടാകുന്ന പെർമനൻറ്റും ഗ്രാജുവലുമായിട്ടുള്ള ഡിക്രീസ് ഇൻ വാല്യൂ ആണ് ഡിപ്രീസിയേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓർ ഓബ്ജക്ട്സ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമത്തെ, ഫോർ അസർട്ടൈനിങ് ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ്. ശരിക്കുമായിട്ടുള്ള ലാഭമോ നഷ്ടമോ കണക്കാക്കാൻ ഈ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ഏതെങ്കിലും എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് കൂടിയിരിക്കും, എക്സ്പെൻസ് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞായിരിക്കുക. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. എക്സ്പെൻസ് ഏതെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യാൻ വിട്ടുപോയാൽ ലോസ് കൂടിയിരിക്കും, കൺസിഡർ ചെയ്താൽ ലോസ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റും ലോസിലും ഉണ്ടാകുന്ന വ്യത്യാസം അവോയ്ഡ് ചെയ്യാൻ ഡിപ്രീസിയേഷൻ സഹായിക്കും. 2, ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതാണ് ബാലൻസ് ഷീറ്റ്. ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അവിടെ ആ ഫിക്സഡ് അസറ്റിൽ നിന്ന്, പർട്ടിക്കുലർ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് വാല്യൂ കാണിക്കുക വഴി ശരിക്കുമുള്ള ഫെയർ ആൻഡ് ട്രൂ പൊസിഷൻ ആണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വഴി കാണിക്കുക എന്നുള്ളതാണ്. 3, ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കാൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക വഴി സാധിക്കും. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് അതിനുണ്ടാകുന്ന ചിലവുകളുടെ ഉൾപ്പെടുത്തിയിട്ടാണ്. ആ ചിലവുകളുടെ കൂട്ടത്തിൽ ഈ ഡിപ്രീസിയേഷൻ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ് പ്രൈസ് നിശ്ചയിക്കുക. അങ്ങനെ കറക്റ്റായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഫണ്ട് ഈ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക വഴി സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റ് മാത്രമാണ്, ക്യാഷിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. പക്ഷേ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ പ്രോഫിറ്റിൽ നിന്നുള്ള ആ ബാലൻസ് അല്ലെങ്കിൽ ആ പൈസ അവിടെ ഉണ്ടാവും. അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് അവസാനം ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ആകുമ്പോൾ വേറൊരു പുതിയ അസറ്റ് വാങ്ങിക്കാൻ ഇതുവഴി സാധിക്കും. ലാസ്റ്റ് വൺ, ഫോർ അവോയ്ഡിങ് ഓവർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. നമുക്കറിയാം, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് എപ്പോഴും ഇൻകം കൂടുമ്പോഴാണ്. ഇവിടെ ഈ പറയുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് പ്രൊവൈഡ് ചെയ്യുക വഴി പ്രോഫിറ്റ് അധികം നമ്മൾ കാണിക്കില്ല, പ്രോഫിറ്റ് കൂടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇൻകം കൂടുന്നില്ല. അപ്പോൾ ഇൻകം ടാക്സും കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി സാധിക്കും. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ഈ +1 +2 കുട്ടികൾക്കറിയാം, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നേരം സാധാരണ ട്രയൽ ബാലൻസിൽ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഐറ്റം കാണില്ല. കാരണം ഇതൊരു കോൺസെപ്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എവിടെ കാണുമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും എക്സ്പെൻസായിട്ട്. അതേ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ നേരം ആ പർട്ടിക്കുലർ അസറ്റിൽ നിന്ന് കുറച്ചും കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ 2 മെത്തേഡാണ് ഉപയോഗിക്കുക. ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. എന്താണ് ഈ 2 മെത്തേഡ് എന്നൊന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അസറ്റിൽ നിന്ന് കുറച്ച് എഴുതുന്ന ഒരു മെത്തേഡാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിനെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡെന്നോ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡെന്നോ വിളിക്കാം. ഈ കുറയ്ക്കുന്ന എമൗണ്ട് ഒരു കാരണവശാലും മാറില്ല. എല്ലാ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും ആ പർട്ടിക്കുലർ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുക. ഈ പറയുന്ന മെത്തേഡ് വഴി ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഈ ഫോമുല ഉപയോഗിക്കാം. ഇയർലി ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദി അസറ്റ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ആ ഫോമുല പറയാം.
ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദി അസറ്റ്. ഒരു ഉദാഹരണം വഴി ഞാൻ സമർത്ഥിക്കുന്നത്, അതായത് ഒരു അസറ്റ് വാങ്ങാനായിട്ട് 1,00,000 രൂപ ചിലവായി എന്നും ഈ പർട്ടിക്കുലർ അസറ്റ് നമ്മൾ 10 വർഷം ഉപയോഗിക്കുമെന്നും അതുപോലെ അങ്ങനെ 10 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് 10 വർഷം കഴിയുമ്പോൾ ഇതിനൊരു 15,000 രൂപയെ വില വരുള്ളൂ എന്നും കരുതിയാൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ദി അസറ്റ് 1 lakh മൈനസ് നമ്മൾ കൺസിഡർ ചെയ്ത അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 15,000 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 8,500 റുപ്പീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ. ഈ 8,500 രൂപ 10 വർഷം കൊണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എഴുതി ഇതിനെ 0 വാല്യൂവിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഉണ്ടാകുന്ന പൈസ വെച്ച് പുതിയ ഒരു അസറ്റ് മേടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അസറ്റിൻ്റെ വാല്യൂ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇതും ഒരു ഉദാഹരണമായി ഇപ്പോഴും നോക്കാം. ഒരു മെഷീനറി 10,000 രൂപ കൊടുത്ത് വാങ്ങിയാൽ ഓരോ വർഷവും 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു എന്ന് കരുതിയാൽ ആദ്യത്തെ വർഷം ഈ പറഞ്ഞ പോലെ 10,000-ൻ്റെ 10%, 100/10 എന്ന് പറയുമ്പോൾ 1,000 രൂപ ഡിപ്രീസിയേഷനും ഈ 1,000 രൂപ അടുത്ത വർഷം 9,000 രൂപയായി അസറ്റിൻ്റെ വാല്യൂ മാറും. കാരണം 10,000 മൈനസ് 1,000 9,000. ആ 9,000-ൻ്റെ 10% പിന്നെ ആ വർഷം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 900 റുപ്പീസ് ആയിരിക്കും. അതായത് 9,000-ൻ്റെ 10%. ഈ 9,000 റുപ്പീസിൽ നിന്ന് ഈ പറയുന്ന 900 രൂപ വീണ്ടും കുറയും. അപ്പോൾ 8,100 രൂപയാവും. പിന്നീട് ആ 8,100 രൂപയുടെ 10%-ആയ 810 രൂപയായിരിക്കും മൂന്നാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ. ഇങ്ങനെ അസറ്റിൻ്റെ വാല്യൂവും ഡിപ്രീസിയേഷനും കുറഞ്ഞു വരുന്ന മെത്തേഡ് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ രീതിയാണ് ഈ പറഞ്ഞ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തേതിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ചാർജ് ചെയ്ത് പോവുകയാണ്. രണ്ടാമത്തേതിൽ ഒരു പെർസെൻറ്റേജാണ്. അതായത് അസറ്റിൻ്റെ വാല്യൂവിൽ കുറയുന്നോറും ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരം ഓരോ വർഷത്തെയും അസറ്റിൻ്റെ ബുക്ക് വാല്യൂ എടുത്തിട്ടാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലെ പോലെ ഒറിജിനൽ കോസ്റ്റ് അല്ല. ഇപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് വാല്യൂ നമ്മൾ പരിശോധിക്കുന്നത് ആ പർട്ടിക്കുലർ അസറ്റ് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ്. വിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അസറ്റ് എപ്പോഴും വിൽക്കാൻ ശ്രമിക്കുന്നത് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം ക്ലോസ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ മാർക്കറ്റ് വാല്യൂയെ കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിപ്രീസിയേഷനും കൂടെ കൺസിഡർ ചെയ്ത് വേണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഈ ഡിപ്രീസിയേഷൻ വരുമ്പോൾ ജേർണൽ എൻട്രിയിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. നമുക്കറിയാം, പർട്ടിക്കുലർ അസറ്റ്, ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു 10,000 റുപ്പീസ്, ഒരു എക്സാമ്പിൾ 10,000 റുപ്പീസിൻ്റെ മെഷീനറി പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ജേർണൽ എൻട്രി ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതായത് റിയൽ അക്കൗണ്ട് ആണ് മെഷീനറി. അപ്പോൾ മെഷീനറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് എന്നാണ് ജേർണൽ എൻട്രി വരിക. അപ്പോൾ മെഷീനറി അക്കൗണ്ടിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ ലെഡ്ജറിലേക്ക് പോയാൽ ആ മെഷീനറി അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റിലായിരിക്കും പോസ്റ്റ് നടക്കുക, ടു ബാങ്ക് അല്ലെങ്കിൽ ടു ക്യാഷ് എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു മെഷീനറി അക്കൗണ്ടിൽ എന്തെങ്കിലും കുറവ്, മെഷീനറി അക്കൗണ്ടിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറവ് വരണമെങ്കിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വരണം. ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ ഒരു ഡെബിറ്റ് വന്നാൽ മാത്രമേ അതിലൊരു വ്യത്യാസം വരുള്ളൂ. ഇവിടെ നമ്മൾ അക്കൗണ്ടിൽ മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പോയാൽ ഡെബിറ്റ് സൈഡിലാണ് എൻട്രി. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്
അപ്പോൾ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് വന്നാൽ മാത്രമാണ് ഈ മെഷീനറി അക്കൗണ്ടിൻ്റെ വാല്യൂ കുറയുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അതിന് ജേണൽ എൻട്രി എഴുതാൻ നേരം നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് പറയുന്ന ജേണൽ എൻട്രിയിലേക്ക് പോയാൽ മതി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് പറയുമ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് വരും. ആ വാല്യൂ ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അക്കൗണ്ട് മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഡിപ്രീസിയേഷൻ കുറച്ചുള്ള എമൗണ്ട് ആയിരിക്കും ബാലൻസ് വരിക. ഏത് സൈഡാണോ കൂടുതൽ, ഡെബിറ്റ് സൈഡാണോ കൂടുതൽ, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 10,000 റുപ്പീസാണ് മെഷീനറി വാങ്ങിയാൽ ചിലവായ തുക, കോസ്റ്റ്. 1000 രൂപ ഒരു 10% ഡിസ്കൗണ്ട് അല്ല 10% ഡിപ്രീസിയേഷനാണ് കൺസിഡർ ചെയ്താൽ 1000 രൂപയായിരിക്കും ഡിപ്രീസിയേഷൻ. രണ്ടാമത് പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ ആ 1000 രൂപയായിരിക്കും ക്രെഡിറ്റിൽ വരിക. അങ്ങനെ 10,000-ൽ നിന്ന് 1,000 റുപ്പീസ് മൈനസായി 9,000 റുപ്പീസാണ് ആ മെഷീനറിയുടെ ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഇങ്ങനെ ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുമായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിവതും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ വീക്ഷിക്കാൻ ശ്രമിക്കണം. ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും വീഡിയോകൾ പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.